എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഇൻസ്റ്റഗ്രാം റീൽസിലും ഫേസ്ബുക്കിലുമൊക്കെ വൈറലായ നല്ല എരിവും പുളിയും മധുരമുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഉള്ളിയൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 6 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്ത വറ്റൽമുളക് നന്നായിട്ട് എരിവുള്ളതായിരുന്നു. അപ്പം എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുത്തോളൂ. എരിവ് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ 4 വറ്റൽമുളക് മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തു വയ്ക്കാം. ഇനി അത് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഈ പറയുന്ന ഇതേ അളവുകളിൽ തന്നെ എടുത്തോളൂ. മുളക് മാത്രം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പുളിയും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പുളി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അര ടീസ്പൂൺ മതിയാകും. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ടങ്ങ് സിമ്മിലാക്കിയിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരു കളഞ്ഞ ഈന്തപ്പഴമാണ്. ഒരു 8 ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അത് വേണം എടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈന്തപ്പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ചേർത്ത് കൊടുത്ത ഈന്തപ്പഴവും പുളിയും എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അതാ വഴറ്റി വെച്ചിരുന്നതെല്ലാം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കാണിക്കാൻ ഏത് രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടതെന്ന്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അസാധ്യമായ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.